നിൻ പൊതിച്ചോറിൻ്റെ പാതിയും ഹൃദയം പകുത്ത നേർപാതിയും അക്ഷരമുറ്റത്തെ പൂത്തമാഞ്ചോട്ടിലെ സൗഹൃദത്തണലിൽ നീ തന്നു സ്നേഹസൗഗന്ധികങ്ങൾ വിടർന്നു. രാഗസൗഗന്ധികങ്ങൾ പൂക്കുന്ന ഈ ഗസൽ നിലാവിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സഹനത്തിൻ്റെ പകലുകളും പ്രാർത്ഥനാ നിർഭരമായ രാവുകളും പുലരുന്ന പുണ്യ റംദാൻ്റെ ഈ നല്ല രാവിൽ കുറേ ഗസലുകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഞാൻ വീണ്ടും. നിൻ പൊതിച്ചോറിൻ്റെ പാതിയും ഹൃദയം പകുത്ത നേർപാതിയും അക്ഷരമുറ്റത്തെ പൂത്തമാഞ്ചോട്ടിലെ സൗഹൃദത്തണലിൽ നീ തന്നു സ്നേഹസൗഗന്ധികങ്ങൾ വിടർന്നു. സൗഹൃദം ഈ ഗസലിൽ അതാണ് തെളിഞ്ഞു നിൽക്കുന്നത്. സൗഹൃദങ്ങൾ വാക്കുകൾക്കതീതമായ, നിർവചനാതീതമായ, അർത്ഥങ്ങൾക്കുള്ളിൽ ഒതുക്കാൻ പറ്റാത്ത ദൃഢമായ ഒരു ബന്ധമാണ് ഹൃദയം പകുത്തു നൽകുന്ന സൗഹൃദം. നോക്കൂ, നമ്മുടെ ബാല്യം, അവിടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്, നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്തും നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തിന്, കൂട്ടുകാരന്, കൂട്ടുകാരിക്ക് പകുത്തു നൽകുന്നു. പൊതിച്ചോറിൻ്റെ പകുതിയും ഹൃദയത്തിൻ്റെ പകുതിയും. നമ്മളൊക്കെ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിലെ, എൻ്റെ കാലഘട്ടത്തിലെ ഒരു വിദ്യാഭ്യാസ രംഗം ഓർക്കുകയാണെങ്കിൽ, സാധാരണ നാട്ടിൻപുറത്തെ ഒരു സ്കൂളിൽ, ഒരു പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന നമ്മൾക്ക് നമ്മുടെ സ്മരണകൾ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. നമ്മൾ 5 വയസ്സിലെ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ ഓർക്കാൻ പറ്റുന്ന കാലം, നമ്മുടെ സൗഹൃദത്തിൻ്റെ ആഴമളക്കുകയാണെങ്കിലും നമ്മൾ തുടങ്ങുക നമ്മുടെ ചെറിയ ക്ലാസ്സിലെ ചെറിയ ക്ലാസ്സുകളിൽ നിന്നാണ്. അവിടെ നമുക്ക് കിട്ടുന്ന എന്തൊക്കെ നമുക്ക് വളപ്പെട്ടുകൾ, മയിൽപ്പീലത്തുണ്ടുകൾ, ഇങ്ങനെ ഇന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയത്, ഒരുപാട് സമ്പത്തുകൾ നമ്മൾ നേടിയെടുത്തത് ആ കാലഘട്ടത്തിൽ നിന്നാണ്. നിൻ പൊതിച്ചോറിൻ്റെ പാതിയും ഹൃദയം പകുത്ത നേർപാതിയും അക്ഷരമുറ്റത്തെ പൂത്തമാഞ്ചോട്ടിലെ സൗഹൃദത്തണലിൽ നീ തന്നു സ്നേഹസൗഗന്ധികങ്ങൾ വിടർന്നു. 2 കൂട്ടുകാരെ നമുക്കിതിൽ കാണാം. പുതിയ വർത്തമാന കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രീതികളൊന്നും മറന്നാൽ ഒരു കോളുണ്ട്, നമുക്കതിന് ശേഷം വരാം. ഹലോ ഹലോ, നമസ്കാരം. ഗസൽ നിലയിലേക്ക് സ്വാഗതം. ആരാണ്? സജിത്താണ് സംസാരിക്കുന്നത്. സജിത്ത്, അതെ. നമസ്കാരം സജിത്ത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സജിത്ത്? സുഖമാണ്. അതെയോ? ഈ പ്രോഗ്രാം ഇന്നലെ കണ്ടിരുന്നോ? ഇല്ല, ഇന്നലെ എനിക്ക് പറയാൻ കാണാൻ സാധിച്ചില്ല. ഇന്നാണ് ഞാന് ചാനലൊക്കെ മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ടായതായിട്ട് അറിയുന്നത്. ഓ, അതെ. അപ്പോ എന്ത് തോന്നുന്നു? ഗസൽ, സജിത്തിന് ഗസലുകൾക്ക് ഇഷ്ടമാണോ? അതെ. അതെയോ? എനിക്ക് ഏതുതരം മ്യൂസിക്കും ഇഷ്ടമാണ്. അതെയോ? ശരിക്കും ഞാൻ അങ്ങനെ ഒരു ചോദ്യം സാറിനോട് ചോദിക്കണമെന്ന് ഞാൻ കരുതിയത്. എന്താണ്, പറയൂ. ഈ സംഗീതത്തിൽ ഇങ്ങനെ ഒരു പൊതുവെ ഒരു തരംതിരിവുണ്ടല്ലോ, ആധുനികം, ശാസ്ത്രീയം, അല്ലെങ്കിൽ വേറൊരു നമ്മള് പഠനത്തില് ഇറങ്ങിയാണ്. അപ്പൊ അങ്ങനെ ഒരു തരംതിരിവ്, എന്നതാണ് ശ്രേഷ്ഠം, ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന സംഗീതം മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ അല്ലാത്തത് നല്ലതല്ലായിരുന്നു. സംഗീതത്തോട് പൊതുവെ പലരും
സമീപത്ത് വരുന്നത്. അങ്ങനെ ഒരു വേർതിരിവ് ആരോഗ്യകരമാണ് എന്നാണ് എനിക്ക് ഒരു ചോദ്യം. സജിത്തിന്റെ എനിക്ക് ചോദ്യം ഏകദേശം മാത്രമേ മനസ്സിലായുള്ളൂ, കാരണം ടോക്കിംഗ് അത്ര ക്ലിയർ ആയിരുന്നില്ല. എങ്കിലും നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ അത് ഏത് വിഭാഗം സംഗീതത്തിലേക്ക് പോകണം എന്നൊരു മുൻധാരണയിലല്ല പഠിക്കുക. നമ്മൾ സംഗീതം എന്ന് പറയുന്നത് ഇതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. ഏത് ലോകത്തെ സംഗീതത്തിനും അടിസ്ഥാനപരമായിട്ട് ഉള്ള സ്വരസ്ഥാനങ്ങൾ ഒന്ന് തന്നെയാണ്. ഇതിന് വ്യത്യസ്തമായ സംഗീത ശൈലികൾ, ആലാപന രീതികൾ, സമ്പ്രദായങ്ങൾ ഒക്കെ വരുന്നത്. ഇത് ഈ സംഗീത അടിസ്ഥാനമുള്ള ഒരാൾക്ക്, പഠിക്കുന്ന ഒരാൾക്ക് അവന് ഇഷ്ടപ്പെട്ട സംഗീത ശാഖ തിരഞ്ഞെടുക്കാം. ഏത് സംഗീത വിഭാഗത്തിലേക്കും പോകാം അവൻ. ഇപ്പൊ അതിപ്പോ ശാസ്ത്രീയമെന്നോ ലളിതമെന്നോ അർത്ഥശാസ്ത്രീയമെന്നോ ഗസലുകളെന്നോ അല്ലെങ്കിൽ ഖവാലികളെന്നോ ഒന്നുമില്ല. അവന് ഏതാണോ മനസ്സിന് അനുയോജ്യം, തൻ്റെ സംഗീത ബോധത്തിന്, തൻ്റെ ശബ്ദത്തിന്, തൻ്റെ ജ്ഞാനത്തിന് അനുയോജ്യം ഏത് ശാഖയാണോ അത് യഥേഷ്ടം ആ ഗായകന് തിരഞ്ഞെടുക്കാം. സംഗീതം പഠിക്കുക എന്ന് വെച്ചാൽ സംഗീതത്തിൻ്റെ അത്യാവശ്യം വേണ്ടതായ ജ്ഞാനങ്ങൾ നമ്മൾ സമ്പാദിക്കുക എന്ന് മാത്രമേ സംഗീത പഠനം കൊണ്ട് അർത്ഥമാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഇന്ന സംഗീത ശാഖയിലേക്ക് പോകണം എന്നൊരു ലക്ഷ്യത്തിലിട്ടല്ല ഒരാളും സംഗീതം പഠിക്കുക. സംഗീതം പഠിച്ചു വരുമ്പോൾ അവൻ സംഗീതത്തെ അറിയുന്നു, സംഗീത ലോകത്തെ അറിയുന്നു, സംഗീതപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ അറിയുമ്പോൾ അവൻ വഴി തേടുകയാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇത് തന്നെയാണ്. നമ്മൾ സരിഗമപദനിസ എന്ന് പറയുന്ന സപ്തസ്വരങ്ങൾ തന്നെയാണ് നമ്മൾ ഹിന്ദുസ്ഥാനിയിലോ അല്ലെങ്കിൽ മറ്റ് വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ ഉള്ളത്. അതിന് വ്യത്യസ്ത രീതികൾ. ഇപ്പോൾ ഓരോ സംഗീത ശാഖയ്ക്കും വ്യത്യസ്തമായ സംഗീത സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് തന്നെ രണ്ടായിട്ട് വഴിപിരിഞ്ഞത് ഒന്നാൻ്റെ നമ്മളെ ക്ലാസിക്കൽ മ്യൂസിക് ഗമക പ്രാധാന്യമുള്ള ഒരു സംഗീത ശാഖ ആയതുകൊണ്ടാണ് ഇന്ത്യൻ സംഗീതം കർണാടക സംഗീതമെന്നും ഹിന്ദുസ്ഥാനി സംഗീതം രണ്ടായിട്ട് വഴിപിരിഞ്ഞത്. അപ്പോൾ ഇതിനൊക്കെ ആലാപനത്തിൻ്റെയും അതിൻ്റെ പ്രയോഗത്തിൻ്റെയും ഒക്കെയുള്ള ആ ഒരു വിശേഷത കണ്ടിട്ടാണ് ഈ സംഗീതം ഇങ്ങനെ വഴിപിരിയും പ്രത്യേക ശാഖകൾ ഉണ്ടായത്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണോ, ചിലപ്പോൾ ചില ആൾക്കാർ ഗസലിൻ്റെ മാത്രം ആരാധകരുണ്ട്, അല്ലെങ്കിൽ ചില ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ മാത്രം ആരാധകരുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഏതാണോ അവൻ്റെ മനസ്സിന് അല്ലെങ്കിൽ സൗഖ്യം നൽകുക അതവൻ തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല നമുക്കുള്ളൊരു കൃത്യമായ ഇന്ന സംഗീത വഴി എന്ന് വെച്ചുകൊണ്ട് പഠിക്കുന്നവരാരുമില്ല. അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ട്, അത് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പോൾ തുടങ്ങുമ്പോൾ എനിക്ക് ഗസൽ പഠിക്കണം എന്നുള്ളതല്ലേ, സംഗീതം പഠിക്കുക. ആ സംഗീതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഏത് സംഗീതത്തിൻ്റെ വഴിയും നല്ല വഴികൾ ആരോഗ്യപരമായി അവന് സെലക്ട് ചെയ്യാൻ പറ്റും. സജിത്ത് പാടുന്ന ആളാണോ? ഞാൻ അങ്ങനെ സംഗീതം പഠിച്ചിട്ടൊന്നല്ല. പിന്നെ ഈ എല്ലാവരെയും പോലെ പാട്ടും അല്ലെങ്കിൽ സിനിമ പാട്ടുകൾ നമ്മൾ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ സജിത്തിന്റെ രണ്ടുപേര് കേൾക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുമോ? ഒരു പാട്ട് ആലോചിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട് ആക്ച്വലി. അല്ല, പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ഏത് പാട്ടോ? നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ച ഏതെങ്കിലും ഒരു കവിത തൊട്ട് ഏതും പാടാം. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ് ഓർമ്മയില്ല, അതും പഠിക്കുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷം. എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്നില്ല. അത് ആക്ച്വലി എനിക്ക് ഇത് വളരെ തിരിച്ച് എന്റെ ശബ്ദം തന്നെ തിരിച്ചു കേൾക്കും. ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണല്ലേ? അതെ, ടിവിയുടെ ഫ്രണ്ടിലല്ല, ഞാൻ പുറത്തായിരിക്കുന്നത്. ആക്ച്വലി ഞാൻ പാർക്കിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. സംസാരിച്ച് ഞാൻ പുറത്തേക്ക് വന്നു. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഈ പാടിയത് ഗീതമാണ്. അത് മോഹന എന്ന രാഗത്തിലുള്ള ഗീതമാണ്. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം സജിത്തെ. വീണ്ടും ഈ പ്രോഗ്രാം കാണുക, വീണ്ടും വിളിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സൗഹൃദത്തെക്കുറിച്ചാണ്. ഈ ചെറിയ നമ്മുടെ പ്രായത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന കാണുന്ന കൗതുകങ്ങളും ഒക്കെ ഈ ഗസലിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പാടവരമ്പിലെ പല വന്ന പൂക്കളും തെച്ചിപ്പഴത്തിൻ്റെ മധുവും. തെച്ചിപ്പഴം, ഈ തെച്ചിപ്പഴം എന്ന വാക്ക് തന്നെ നമ്മുടെ ഓർമ്മകളെ എത്രയോ കാലം പുറകോട്ടേക്ക് നമ്മളെ കൊണ്ടുപോകും. ഈ തലമുറ നമ്മുടെ ഈ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ തെച്ചിപ്പഴം അറിയണ്ടാവില്ല. നമ്മുടെ ബാല്യം നമ്മുടെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചതും ക്ലാസ് മുറിക്കകത്തും പുറത്തു നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ തെച്ചിപ്പഴം പങ്കുവയ്ക്കുക, ആ തെച്ചിപ്പഴം പറിച്ചെടുത്ത് ഇലക്കുമ്പിളിടുക. നമ്മൾ ചുയിങ്കുമായിട്ടല്ല, അത് നമ്മൾ ചുയിങ്കം ചവച്ചുകൊണ്ടല്ല സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. നമ്മൾ ഈ തെച്ചിപ്പഴവും കട്ടാരക്കാപ്പഴവും
ഇങ്ങനെ കിട്ടുന്ന പ്രകൃതി ദത്തമായ ഇത്തരം സമ്മാനങ്ങളാണ് നമ്മൾ പ്രകൃതിയിൽ നിന്നെടുത്ത് നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. ഈ ഒരു കോളുണ്ട്, നമുക്ക് അതിന് ശേഷം വരാം. ഹലോ. ഹലോ. നമസ്കാരം. നമസ്കാരം. അർച്ചന. അർച്ചന, ഗസൽ നിലാവിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കണേ? ഞാൻ ദുബായിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അർച്ചന? സുഖം തന്നെ. അതെയോ? ഈ ഗസൽ നിലാവ് ഇന്നലെ കണ്ടിരുന്നോ? എന്തോ? ഈ ഗസൽ നിലാവ് എന്ന പ്രോഗ്രാം ഇന്നലെ കണ്ടിരുന്നോ? ഇന്നലെ കണ്ടിട്ടുണ്ട്. അതെയോ? ഇഷ്ടമായോ? അതിൽ നിന്ന് ഒരു സംശയം ഉണ്ടായത്, ഗസലിലെല്ലാം പ്രണയം മാത്രമാണോ തീമായിട്ടുള്ളതെന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് 12:30 കാത്തിരിക്കണം എന്ന് വിചാരിച്ചോണ്ടിരുന്നു. എന്തായാലും ടൈം മാറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ. 9 മണിയായതുകൊണ്ട് സുഖമായിട്ട് കാണാൻ പറ്റി. ഉറക്കം വിളിക്കേണ്ടി വന്നില്ലല്ലോ. അതെ 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 അതെ. അല്ല, നമ്മൾ ഗസൽ നല്ല ചോദ്യമാണ്. ഗസലിൽ പ്രണയം മാത്രമല്ല വിഷയമായിട്ടുള്ളത്. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഗസലുകളിൽ, എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് ഗസലുകളിൽ പ്രണയവും പ്രണയത്തിന്റെ അനുബന്ധമായിട്ടുള്ള പ്രണയം, നൊമ്പരവും വിരഹവും അതൊക്കെ തന്നെയാണ് കൂടുതൽ വിഷയമായിട്ടുള്ളത്. പക്ഷേ ഗസലുകളിൽ മറ്റ് ഒരുപാട് സൗഹൃദം, ബാല്യം, ഇങ്ങനെ ഭക്തി, ഇതൊക്കെ തന്നെ വിഷയങ്ങളായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഗസൽ തന്നെ സൗഹൃദത്തെ, ഒരു ബാല്യ ഓർമ്മയും സൗഹൃദവും മാത്രം വിഷയമായിട്ടുള്ള ഗസലാണ്. അപ്പൊ അതിന് ഇന്ന് കേൾക്കാൻ പറ്റില്ല, ഞങ്ങൾ പുറത്താണ്. എന്തായാലും റെക്കോർഡ് ചെയ്ത് കേട്ടോളാം. അപ്പോൾ സൗഹൃദം അതിനകത്തൊരു തീം ഉണ്ടെന്നാണ് സാർ പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സൗഹൃദം മാത്രമല്ല, അതുപോലുള്ള നമ്മുടെ മനസ്സിന്റെ എല്ലാ ഭാവങ്ങളും ഗസലിലേക്ക് വിഷയം ആവാറുണ്ട്. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കുക. പരിപാടി എന്നും കാണുക.